ക്രൈസ്തവ സമൂഹത്തോട് BJPക്ക് ഇരട്ടത്താപ്പെന്നാണ് ദീപിക ദിനപത്രത്തിന്റെ ഇന്നത്തെ മുഖപ്രസംഗം. രാജ്യത്തെ ക്രൈസ്തവരോട് പീഡനങ്ങൾ അരുത് എന്ന് പറയാതെയാണ് കേരളത്തിൽ ഭരണം പിടിക്കാനായി BJP ഇറങ്ങുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ക്രൈസ്തവ പീഡനങ്ങൾക്ക് BJP ഒത്താശക്കാരായി നിലകൊള്ളുകയാണ്. ന്യൂനപക്ഷ സമീപനത്തിൽ വ്യക്തത വേണമെന്നും ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നു. അർജുൻ രാജുണ്ട് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളുമായി. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ മണിപ്പൂരൊക്കെ കത്തിയിരിക്കുന്ന സമയത്തും പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോകാത്തതും BJPയുടെ മുതിർന്ന നേതാക്കൾ തുടരുന്ന മൗനവും പല കാര്യങ്ങളിലും അവരെടുക്കുന്ന നിലപാടുകളുമൊക്കെ രാജ്യമൊട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ദീപിക മുഖപ്രസംഗം കൂടി. എന്തൊക്കെയാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്? സേതു, രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ദീപിക മുഖപത്രം BJPക്കെതിരെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ BJPയുടെ നേതൃയോഗത്തിലൊക്കെ സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ ക്രൈസ്തവ പക്ഷത്തിൻ്റെ കൂടി വോട്ടുറപ്പിക്കണം, അവരുടെ പിന്തുണ സ്വന്തമാക്കണമെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടി എന്ന നിലയ്ക്ക് കൂടി ദീപികയുടെ ഇന്നത്തെ മുഖപ്രസംഗം കാണേണ്ടി വരും. രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെയാണ് കേരളത്തിൽ ഭരണം പിടിക്കാൻ BJP ഇറങ്ങിയിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ക്രൈസ്തവ പീഡനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നത് BJP ആണെന്ന് ഈ ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട്. വൈദികരെ ആക്രമിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയിലെ BJP MLA ആണെന്നും ദീപിക മുഖപ്രസംഗത്തിൽ വിമർശിക്കുകയാണ്. ഉത്തരേന്ത്യയിലും മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള വലിയ ആക്രമണങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ മിഷണറി ആളുകൾക്കും വൈദികർക്കും ഒക്കെ എതിരായി ആക്രമണം ഉണ്ടാകുന്നത്. അതിനെ ഏതെങ്കിലും തരത്തിൽ അപലപിക്കാനോ അത് അരുതെന്ന് പറയാനോ BJP തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അതിന് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉള്ളതെന്നാണ് ദീപിക മുഖപത്രം വിമർശിക്കുന്നത്. വർഗീയത ആളിക്കത്തിച്ച് മഹാരാഷ്ട്രയിൽ BJP നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണ്. ക്രൈസ്തവരെ ഭയചകിതരാക്കി എന്ത് നേട്ടമാണ് BJPക്കും സംഘപരിവാറിനും ഉണ്ടാകുക എന്നവർ കണക്ക് കൂട്ടുന്നതെന്നാണ് ദീപിക മുഖപ്രസംഗം ചോദിക്കുന്നത്. അങ്ങനെ അവരോട് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നവരോട് അത് ചെയ്യരുത്, അത് അരുതെന്ന് പറയാതെ എങ്ങനെയാണ് BJPക്ക് ഇത്തരത്തിൽ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉൾപ്പെടെ സാധ്യമാകുക എന്നുള്ളതാണ് ദീപിക മുഖപ്രസംഗത്തിലൂടെ ചോദിക്കുന്നത്. ഇരട്ടത്താപ്പ് BJP അവസാനിപ്പിക്കണം, ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദീപികയിലെ മുഖപ്രസംഗം അവസാനിക്കുന്നത്. ഓക്കെ അർജുൻ, ശരി. ദീപിക മുഖപ്രസംഗത്തിലെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ അർജുൻ തിരുവനന്തപുരത്ത്.